അനീഷ് പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത് അനുവായിരുന്നു രണ്ടാമത് ഇരുന്നത്. അനു എഴുന്നേറ്റ ഉടനെ ഷാനവാസ് എഴുന്നേൽക്കുന്നു, സാബുമോൻ എഴുന്നേൽക്കുന്നു. അപ്പം അനു പറഞ്ഞ് ഓർഡർ അനുസരിച്ച് പോകും, എല്ലാവരും കൂടെ ഓടുന്ന എന്തിനാ, ഇതുവരെ ഓർഡർ അനുസരിച്ചാണോ പോയത് എന്ന് അനുവിനോട് ഷാനവാസ് ചോദിക്കുന്നു. അപ്പം നൂറ പറയുക ഓർഡറൊന്നുമില്ല, നിങ്ങൾ പോയി പറയും, എന്തോന്ന് ഓർഡർ, നല്ല ബെസ്റ്റ് ക്യാപ്റ്റൻ. അങ്ങനെ ഷാനവാസ് പറയാൻ വരുവാണ്. അല്ലെങ്കിൽ നീ ഏറ്റവും അവസാനമാണല്ലോ പറയുന്നത്, പിന്നെ ഇന്ന് മാത്രം എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിക്കുന്നു. ആ എന്ന് മൂളിയിട്ട് പറയാൻ തുടങ്ങുന്നു. ഷാനവാസ് പറയാണ്, എന്നെ സംബന്ധിച്ചോളം ഇവിടെ വരുന്നതിന് മുമ്പ് ഈ 50 ലക്ഷം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പലരും നിങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ വിന്നിങ് മണി ഇതാണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ അതിന് പുറമെ ബിഗ് ബോസ് എക്സ്ട്രാ മണി പണപ്പെട്ടിയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടതിന് ശേഷം ഇങ്ങനൊരു 7ൻ്റെ പണി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിൻ്റെ ശരിയും തെറ്റുമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അത് ആർക്ക് കിട്ടിയാലും സന്തോഷമാണ്. നന്നായി പെർഫോം ചെയ്ത ആളിനും ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ ആളിനും അത് കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാവരുടേതായ എല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ശരിയും തെറ്റുമൊന്നും കണക്കാക്കുന്നില്ല, എനിക്ക് ശരിയും തെറ്റുമൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഇത് 7ൻ്റെ പണിയാണല്ലോ, സന്തോഷവാനായ വിന്നർക്കും ആ 7ൻ്റെ പണി കിട്ടട്ടെ എന്നാണ് ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അത് 7ൻ്റെ പണിയെന്ന് പറയുമ്പോൾ അതൊരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെയും വേണമല്ലോ ഒരു 7ൻ്റെ പണി. അപ്പോൾ അടുത്തത് വരുന്നത് സാബുമോനാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.